ചാലക്കുടിക്ക് കരിമ്പ് കൊണ്ടുപോകാനായിട്ടേ വെട്ടി വെട്ടി ചെറിയ പീസാക്കണതാണ് കേട്ടാ. വെട്ടി വെട്ടി പീസാക്കിയിട്ട് കാറിൽ വെച്ച് കൊണ്ടുപോകാമല്ലോ അപ്പം. ആ തൊണ്ട് കനം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ലോണം. ആ ആ പക്ഷെ നല്ല മധുര. ആ തണ്ടിൻ്റെ തൊലിയുടെ ഭാഗം കൊണ്ട് നന്നായിട്ടൊന്ന് കൂടുതലായിട്ട് വെട്ടിക്കളഞ്ഞാൽ മതി. ഉള്ളു തിന്നാൻ എന്തൊരു ടേസ്റ്റ്, നല്ല മധുരം. ആ നല്ലതാ, അത് കളയാൻ തോന്നണില്ല അല്ലേ? അത് നോക്കിയേക്ക്. കണ്ടാ സൂപ്പറല്ലേ? അതാണ് ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു. ഞാൻ കഴിച്ചു നന്നായിട്ട്. പല്ലിന് തന്നെയല്ല, അതിൻ്റെ നല്ലതല്ലേ ജ്യൂസ് കുടിക്കി തിന്നണത്. നല്ല നാച്ചുറലായിട്ടുള്ള മധുരമല്ലേ, നമ്മളൊന്നും ചേർക്കാത്തതല്ലേ. കരിമ്പൻ ജ്യൂസ് നമ്മൾ മേടിച്ച് കുടിക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര ഇട്ടൊക്കെയാണ് അവരടിച്ചു തരാം. മധുരം ഉണ്ടാവും. അല്ല അതിപ്പോൾ അതുകൊണ്ട് വെട്ടിയിട്ട് എത്ര 3-4 പീസാക്കണ്ടേ? ആ മുട്ടിക്കോ അതന്നെ. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ ഓരോന്നാക്കിയാൽ മതി. നമ്മുടെ കയ്യിലില്ലേ വെട്ടോത്തി നല്ലത്? ആ വെട്ടിക്കോ വെട്ടിക്കോ, അങ്ങനെ വെട്ടിക്കോ. കുഞ്ഞിക്ക് വേണമെങ്കിൽ വെച്ചാൽ അവിടെ ഇതിന് ഒരെണ്ണം കൂടി വേണം. ഇതിങ്ങനെ ഒരെണ്ണം വെച്ച് അടിയിലത്തെ നല്ല വെട്ടോത്തി നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതാ അവന് വേറെ വെച്ചിട്ടുള്ളത് അതിലാണ് കൊണ്ട തലക്കോടെ മാറ്റാൻ പറ്റിയിട്ട് ഇത് ഒന്നുകൂടെ ഇതാക്കണം. ഇത് എന്നിട്ട് സഞ്ചി ഉണ്ടെന്ന് പറഞ്ഞാൽ സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. പൽപ്പിലൊരു വാഴ കൊല കീഴ മുട്ടി കിടക്കുന്നുണ്ട്. മത്തങ്ങ അപ്പുറത്തുണ്ടഞ്ഞി പൊട്ടിക്കാറായി ഇതുണ്ടാവില്ല അല്ലേ? പച്ചക്കളറാണ്. ചിക്കനുണ്ട്, ബീഫുണ്ട്, പിന്നെ എന്നിട്ട് പയറിൻ്റെ മത്തല തോരൻ, സബോള, ഇതിനെന്ന് പറയാ സബോള സർലാസ്, പിന്നെ മാങ്ങച്ചാറ് അല്ലേ? സൂപ്പറായിട്ട് തക്കാളി ചോറ് സൂപ്പറായിട്ട്. കളിച്ച കൊച്ച് ഇവിടെ ഇരിക്കി. കളിച്ച കായ് നനച്ചിങ്ങനെ കൈയുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൈ അടുത്തിച്ച് വെച്ചിട്ട് അങ്ങനെ. ഓണം സെലിബ്രേഷൻ ആഘോഷിച്ച കൊച്ച്? ആഘോഷിച്ച? എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫുഡ് കഴിച്ച? പായസം ഉണ്ടായിരുന്ന? പപ്പടം ഉണ്ടായ? കഴിച്ച? പായസം ഉണ്ടായില്ലേ? ഓണത്തിന് പായസം ഉണ്ടായില്ലേ? ഡാൻസ് ഉണ്ടായിരുന്ന? അപ്പൊ പിന്നെ ഓണം ആഘോഷിച്ചില്ലേ? മത്സരം ഉണ്ടായിരുന്ന? എന്തൊക്കെ ഉണ്ടായിരുന്നു?
കൊച്ചെന്തിലാ പങ്കെടുത്ത? കൊച്ചെന്തിലാ പങ്കെടുത്ത? അത്രേ ഉള്ളൂ. ഇഷ്ടായോ എൻ്റെ കൊച്ചിന്? എൻ്റെ കൊച്ചു പങ്കെടുത്താ? അതെ. ഉച്ചക്ക് കൊച്ചു ഫുഡ് കഴിച്ചാ? ഉച്ചക്ക് എന്ത് കഴിച്ചു കൊച്ചു? എന്ത് കഴിച്ചു? എന്തായിരുന്നു? ആ ഫുഡ് കഴിച്ചു. ഓർമ്മയില്ല കൊച്ചിന് എന്താ കഴിച്ചേന്ന് അല്ലേ? സ്നാക്സ് കഴിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്കൂളിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിച്ചാ കൊച്ച്? കൊച്ചിൻ്റെ പരീക്ഷ എന്നാ? കൊച്ചിൻ്റെ പരീക്ഷ എന്നാ? തീർന്നാ? അതെ. മറ്റേ ഉടുക്ക് എന്നിട്ട് കാണിക്കാൻ പോണേ? ഞങ്ങൾ പിടിച്ചേ, ഞാൻ പിടിപ്പിക്കാം. എന്നാ പിടിക്ക്, കൊണ്ടാ വാ. മുന്നിന് ഇറക്കില്ല, അങ്ങോട്ട് വാ. അവൻ ശരിക്കും പിടിപ്പിച്ച കണ്ടോ? ഹൈറ്റുള്ള അങ്ങനെയില്ല, ഷർട്ട് പൊന്തിച്ചു പിടിക്കും. അവന് ഹൈറ്റുള്ളതുകൊണ്ട് ടീച്ചറിനെ അറിയുള്ളൂ. ഓമേജ് അങ്ങനെയല്ല, അത് ഒരു വരയിൽ ഒട്ടിക്കാനുള്ളതുള്ളൂ. അതല്ല, അപ്പൊ ഇത് കാണുന്നില്ല, ഇത് ഉള്ളിൽ പോണു. എന്താ അവനറിയാം. അങ്ങനെയാണോ? അത് ഞാൻ കണ്ടു, പക്ഷെ കര കാണുന്നില്ല. അപ്പൊ അതങ്ങനെയാ, ഫ്രണ്ടില് കരയില്ല. തെറ്റിപ്പോയി. അവൻ തിരിച്ചിടും കണ്ട, അവൻ വെച്ചിട്ട് തിരിച്ചിടും. അപ്പോഴും തിരിച്ചിട്ടാലും ഇത് കാണില്ല, കര കാണില്ലാന്ന്. അതങ്ങനെ ഡിസൈൻ. അല്ലെങ്കിൽ ഇത് പുറത്തേക്കാ. പണിയായില്ലോ. അതുള്ളിലേക്കാ. ഇങ്ങോട്ട് വന്നേ. വെച്ച് മേളിലൊട്ടിക്ക്, അത് കയറ്റി വെക്ക്. അതാ മറച്ച പിടിച്ചണ്ടായ. അത് മടക്കണ്ട, നീ മടക്കണ്ട. അവന് അറ്റത്തേക്ക് നീക്കി വെക്ക്. മതി ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ കുത്തിയാൽ മതി കേട്ടോ. തിരിഞ്ഞില്ല അല്ലേ? ചിരിച്ചേ നല്ലോണം ചിരിക്കി. നല്ല ഭംഗിയുണ്ട് ട്ടാ. ഹായ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്ത്. സുന്ദരനായിണ്ട്, സൂപ്പറായി, മിടുക്കനായില്ല. കൊള്ളാലോ കുഞ്ഞാശൻ.
ഓണപ്പാട്ട് പാടി കൊച്ചിനെ ഓണപ്പാട്ട് പഠിപ്പിച്ചു തന്നോ ടീച്ചർ? ഒരു ഓണപ്പാട്ട് പാടി പഠിച്ചില്ലേ? പാട്. ആ പുസ്തകത്തിലുണ്ടാ? വീടാണ്ട് അത് ഊരിക്കോ, അവന് നടക്കാൻ പറ്റുള്ള ചാടിട്ട പോയിടുന്ന്. അല്ല, ചുട്ടെടുത്ത ദോശ, അരിമാവ് ഉഴുന്നുമാവ് കലക്കി ചുട്ട ദോശ, ഭംഗിയുള്ള ദോശ, വട്ടമുള്ള ദോശ, അമ്മ തന്ന ദോശ, ഞാൻ കഴിച്ചു ദോശ. ഗുഡ് ബോയ്. ആന്റി പോവാന്ന്. ആന്റിന് എത്ര ആള് കഴിഞ്ഞാൽ വരുന്നറിയോ? കൊടുക്കടാ. ആ ഫസ്റ്റ് ഇപ്പൊ കരയും. അങ്ങോട്ടൊന്നും എല്ലാവർക്കും കൂടെ പോവാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നടക്കൂല. ഭയങ്കര ഇഷ്ടം.